ആദ്യം ഒരു ലോഗോ, എന്ത് കാര്യമായാലും അതിന്റെ നമ്മുടെ ആ സംരംഭത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രോഗ്രാമിനെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആൾക്കാരെ മനസ്സിൽ പതിയുന്നത് ഒരു ചിഹ്നമാണ്. ആ ചിഹ്നമാണ് എന്തിന്റെയും, അതാണ് അടയാളം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാം സിംബോളിക്കാണ്. മനുഷ്യൻ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതെല്ലാം സിംബലുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ആ ചിഹ്നം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന പല പ്രോഡക്റ്റുകൾ അവരുടെ ചിഹ്നങ്ങളിലൂടെയാണ് ആൾക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ചിഹ്നങ്ങളിലൂടെയാണ്, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുണ്ട്, അവർക്ക് പാർട്ടിയുടെ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളിലൂടെയാണ് മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോ കോൺഗ്രസ് ആയാലും അവരുടെ കൈപ്പത്തി ചിഹ്നമാണ്. കൈപ്പത്തി ചിഹ്നത്തിലൂടെയാണ് അവർ ഇത്രയും കാലം പിടിച്ചിരുന്നത്. BJP അവരുടെ താമര ചിഹ്നത്തിലൂടെയാണ്. CPM, ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ആ ചിഹ്നമാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്ന ചിഹ്നമില്ലെങ്കിൽ ഹിന്ദു ഇല്ല. കുരിശ് എന്ന് പറയുന്ന ചിഹ്നം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല. അതെല്ലാം ക്രിസ്ത്യാനിറ്റിയെ മുഴുവൻ സ്വാംശീകരിക്കാൻ ആ ചിഹ്നത്തിന് കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചന്ദ്രക്കലയും. ഇതങ്ങനെയല്ല, ഈ ചിഹ്നം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ചിഹ്നമില്ലാതെ നമുക്കൊന്നുമില്ല. ചിഹ്നം അത് എങ്ങനെ എത്ര ഗംഭീരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രോഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിഹ്നങ്ങളാണ്. ചിലപ്പോൾ പേരുകൾ തന്നെ ചിഹ്നങ്ങളാവും. ഇപ്പൊ കൺസ്യൂമർ പ്രോഡക്റ്റ്, ഇപ്പോ പിന്നെ യൂണിലിവറൊക്കെ പ്രോഡക്റ്റുകൾ ഇറക്കുമ്പോൾ അവരുടെ പേരിനെ തന്നെ ചിഹ്നമാക്കി മാറ്റാറുണ്ട്. ഇപ്പൊ ലെക്സ് സോപ്പിന്റെ ചിഹ്നം എന്ന് പറയുന്ന പേര് തന്നെയാണ് ലെക്സ്, അല്ലെ? അപ്പൊ ലെയ്സ്, ഇങ്ങനെയൊക്കെയുള്ള പല ചിഹ്നങ്ങൾ, അതിനൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റ് ബേസിക്കലി ഇതാണ്. അപ്പൊ അത് എങ്ങനെ നിർമ്മിക്കാമെന്നും അതിന്റെ മനഃശാസ്ത്രപരമായ സമീപനം എങ്ങനെയാണ്, കളർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ അത് ലോഗോയെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ നോട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവരൊന്ന് വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ചിഹ്നങ്ങൾ തയ്യാറാക്കാൻ നോക്കുക. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ സ്വമേധയാ എന്തെങ്കിലുമൊക്കെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ലോഗോ ഡിസൈൻ ചെയ്ത്, നല്ല ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനകത്ത് AI നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. AI, അപ്പൊ നമ്മളൊരു ചിഹ്നം തയ്യാറാക്കാനോ ഒരു ഹോംവർക്ക് ചെയ്യണം. ആ ഹോംവർക്ക് അത് AI ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ ChatGPT ജെമിനിയോ മറ്റേ ഏത് ടൂൾ വേണോ ഉപയോഗിക്കാം. ഇതാണ് എൻ്റെ ആവശ്യം, അതിന് ഏത് കളറായിരിക്കും ഏറ്റവും നല്ലത്, അത് ജനത്തിന്റെ മനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അങ്ങനെ AI നിങ്ങൾ സമ്പാദിച്ച് അതിനെയെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് പ്രോസസ് ചെയ്ത് ആ ഒരു കാഴ്ചപ്പാട്, ഒരു സിമ്പിളിന്റെ ഒരു കരട് നിങ്ങളുടെ മനസ്സിനകത്ത് പതിഞ്ഞതിന് ശേഷം മാത്രമേ സിമ്പിൾ ഉണ്ടാക്കിയാൽ ഒരു സിമ്പിൾ ആവും. അതാണ് നമ്മൾ ആദ്യത്തെ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് സൈനേജ്, പേരുകൾ, ബോർഡുകൾ, പലതരത്തിലുള്ള ബോർഡുകൾ നമ്മളെ കുറിച്ച് സൈനേജ് ആണ് നമ്മൾ നോക്കിയത്. എങ്ങനെ ഒരു സൈനേജ് ഉണ്ടാക്കാം, അത് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനെ പ്രിന്റ് എടുക്കാം. പ്രിന്റിംഗ് ആണ് സൈനേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ബാക്ക് ഡ്രോപ്പ്, ചിലപ്പോ 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഒക്കെ ഉള്ള വലിയ ബാക്ക് ഡ്രോപ്പ് വരും. അതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ടൂളുകളിലില്ല. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി എങ്ങനെ ചെയ്യണം എന്ന് ഗൂഗിൾ സ്ലൈഡിലേക്ക് പോവുകയും അതിനെ പരമാവധി പൊട്ടൻഷ്യൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുകയും അതിനെ PDF ആയിട്ട് നമുക്ക് സൈനേജിനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ, ഏത് രീതിയിലുള്ള സൈനേജും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ ഹോൾഡിങ്സ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാം. അത് എങ്ങനെയാവണോ എന്നൊക്കെ അതിനെ കുറിച്ചുള്ള നോട്ട് തന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിസൈൻ വർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന് പോസ്റ്ററുകൾ, ബ്രോഷറുകൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കല്യാണ ലെറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ ഉള്ള ഒരുപാട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. പോസ്റ്ററുകൾ, ബ്രോഷറുകൾ, പാംപ്ലെറ്റുകൾ, പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷനുകൾ, ലേബലുകൾ അടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഒരുപാട് ടൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് AI ടൂളുകളുണ്ട്. നമ്മൾ AI സെർച്ച് എഞ്ചിനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൂളുകൾ കാണാം. ഈ ടൂളുകളിലെല്ലാം പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു ഫ്രീ മിനിമം ആണ്. ഫ്രീ മിനിമത്തിൽ പോലും അതിന്റെ ഏറ്റവും ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടെംപ്ലേറ്റ്സുകളെല്ലാം പൈസ കൊടുക്കണം. ഇനി പ്രിന്റ് എല്ലാം നമ്മൾ ചെയ്തിട്ട് അവസാനം പ്രിന്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം. അല്ലെങ്കിൽ അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കാശ് കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു ഫെയിലായി പോകും.
അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ ഈ AI ടൂളുകൾക്കുണ്ട്. ഒരുപാട് ഏത് ടൂളുകൾ എടുത്താലും അതിനകത്ത് പരിമിതികളുണ്ട്. അല്പമെങ്കിലും ആശ്വാസകരമെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡിസൈനറാണ്. മൈക്രോസോഫ്റ്റ് ഡിസൈനർ നമുക്ക് നല്ല രീതിയിലൊരു ഒരു ബ്രോഷറോ സാധനങ്ങളോ ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ ചെന്ന് ആൾക്കാരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി പ്രോംപ്റ്റ് കൊടുത്ത് ഒരു ബ്രോഷറോ അല്ലെങ്കിൽ ഒരു സാധനമൊക്കെ നമുക്ക് ചെയ്യാം. അത് ആൾക്കാരെ രസിപ്പിക്കാനും സൂചിപ്പിക്കാനും അല്ലെങ്കിൽ കാണുമ്പോൾ ഹായ് കൊള്ളാം ഭയങ്കരമായിട്ട് അമേസിങ് ആയ ഒരു സാധനം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊള്ളാം എന്നതിനപ്പുറം ബേസിക്കലി നമുക്കൊരു ഫങ്ഷണൽ ആയിട്ടൊരു ബ്രോഷർ വേണം, പോസ്റ്റർ വേണം, അല്ലെങ്കിൽ ഒരു ലെറ്റർ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോസോഫ്റ്റ് ഡിസൈനർ ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് പരിമിതികളുണ്ട്, നമ്മൾ തൃപ്തികരമായി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂള് പരിചയപ്പെടുത്തുന്നത് അഡോബ് എക്സ്പ്രസ്. അഡോബാണ് ഇതിന്റെ പ്രിന്റ് രംഗത്ത് അധികായകന്മാർ. അഡോബാണ് ഇത്. ലോകത്തിലെ പത്രമാധ്യമങ്ങൾ, പത്രങ്ങൾ, മാസികകൾ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് അഡോബിന്റെ പ്രീമിയറോ അഡോബ് ഇല്ലസ്ട്രേറ്റർ അടക്കമുള്ള അഡോബിന്റെ പ്രിന്റിംഗ് ഇതെല്ലാം അഡോബിന്റെയാണ്. നമ്മളിപ്പോ പേജ് മേക്കർ എന്ന് പറയുന്ന ടൂളുണ്ട്, പേജ് മേക്കർ. പേജ് മേക്കർ 7, അത് എനിക്ക് തോന്നുന്നു 10-15 വർഷമായിരുന്നു അതിന്റെ പുതിയ വെർഷൻ ഇറങ്ങിയിട്ട്. ലോകത്ത് ഈ പേജ് മേക്കർ ഉപയോഗിക്കുന്ന 3 സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്, മറ്റൊന്ന് ഇവിടെ മെക്സിക്കോ. ഈ 3 സ്ഥലത്ത് മാത്രമേ ഈ അഡോബ് ഉപയോഗിക്കൂ. വേറെ ആരും ഈ സാധനം ഉപയോഗിക്കുന്നില്ല. നമ്മളെ പ്രസ്സുകളിലെല്ലാം ഈ അഡോബ് പേജ് മേക്കറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിന്റിങ്ങും DTP എടുക്കലും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കും. നമ്മളവിടെ DTP കോഴ്സിനും ഈ പേജ് മേക്കറാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇവിടെയുണ്ട്. കാരണം ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തെങ്കാശിയിലെ പ്രിന്റിംഗ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തെങ്കാശിയെല്ലാം ശിവകാശി കൊണ്ടുവന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ശിവകാശിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നുള്ള നിലയിലാണ് നമ്മളും അത് ഇപ്പോഴും കൈവിടാതെ വെച്ചിരിക്കുന്നത്. അത് ലോകത്തെ ഒരു സവിശേഷമായ ഒരു സംഭവമാണ് പേജ് മേക്കർ. അപ്പൊ പേജ് മേക്കറിലൊന്നും നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ആ ടൂളിൽ ഒരുപാട് ഒരു പരിമിതികളുണ്ട്. പുസ്തകങ്ങൾ, പേജുകൾ, ഒരു ബുക്കിന്റെ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ അത് പറ്റുള്ളൂ. അപ്പൊ ഈ അത് നമ്മൾ അഡോബിന്റേതാണ്. അതുകൊണ്ടാണ് അഡോബ് എക്സ്പ്രസ് ആണ് നമ്മുടെ പുതിയ ടൂള്. അഡോബ് എക്സ്പ്രസും ഫ്രീ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീയേ ഉള്ളൂ. അതിനകത്ത് പല ഭാഗങ്ങളും അല്ലെങ്കിൽ നല്ല സംഭവങ്ങളെല്ലാം പെയ്ഡാണ്. അപ്പൊ അതിനെ എങ്ങനെ കുതന്ത്രങ്ങളിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെരുക്കിയെടുക്കാം എന്നതിനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോ അഡോബാണ്. അപ്പൊ അഡോബിന്റെ ഇതിന്റെ ഒരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൽ എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആ നോട്ട് അത് ഇത്തിരി ദൈർഘ്യമായ ഒരു നോട്ടാണ്. ഏതാണ്ട് 13 പേജുകളോളം ഉണ്ട്. ആ നോട്ട് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുക. ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. ആ നോട്ട് നന്നായിട്ട് വായിച്ചു നോക്കി നമ്മൾ ഈ പറഞ്ഞ 3 ക്ലാസ്സിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഈ 3 ക്ലാസ്സുകളിൽ വന്ന ഈ കാര്യങ്ങൾ നന്നായിട്ട് കൊച്ചു കാര്യങ്ങളാണ്. ആ നോട്ട് കൂടെ വായിക്കുന്നു, നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്നു, നിങ്ങൾ ചെയ്തു നോക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. നിങ്ങളൊരു നല്ലൊരു വർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രീ ആയിട്ടൊക്കെ ആദ്യം ക്ഷേത്രത്തിന്റെ പോസ്റ്ററോ ഒരുപാട് സാധനങ്ങളുണ്ട് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ 1-2 ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇതിനെ ഒരു ചാർജ് ചെയ്യാം. ആദ്യ തുടക്കത്തിലെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റർ ഒക്കെ പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരു 500 രൂപയിൽ നിന്ന് നിങ്ങൾ തുടങ്ങി നിങ്ങളുടെ ഇതിന്റെ ഡിമാൻഡ് ഒക്കെ അനുസരിച്ച് ഒരു സാധനത്തിന് 2,000-3,000 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്കില്ലും ഭാവനയൊക്കെ നിങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇതൊരു മികച്ച തൊഴിൽ സാധ്യത കൂടെയാണ്. അത് നിങ്ങൾ ആ തൊഴിലാക്കി മാറ്റാൻ ഉള്ള ഒരു ശ്രമം വേണം, ഒരു എഫർട്ട് എടുക്കണം. അല്ലാതെ ഓക്കെ. അപ്പൊ നമുക്ക് ആ നോട്ടിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. അഡോബ് എക്സ്പ്രസ്
അപ്പോ അതിന്റെ വെബ്സൈറ്റ് ഇതാണ് newexpress.adobe.com. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിലേക്ക് പോകും. അഡോബ് എക്സ്പ്രസ്. അത് എങ്ങനെ ലോഗിൻ ചെയ്യണം, എങ്ങനെ അതിന്റെ പേജ് സെറ്റ് സൈസ് സെറ്റ് ചെയ്യാം, ഡിസൈൻ ടെംപ്ലേറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കാം, ഒരു ടെക്സ്റ്റ് എങ്ങനെ അതിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വാക്കുകൾ എങ്ങനെ ചേർക്കാം, ചിത്രങ്ങൾ എങ്ങനെ ചേർക്കാം, രൂപങ്ങളും നിറങ്ങളും ഒക്കെ എലിമെന്റ്സ് എങ്ങനെ കൊടുക്കാം, എങ്ങനെ സേവ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ച് എല്ലാ ഭാഗങ്ങളും പറയുന്നുണ്ട്. ഇനി ഞാൻ അതിനകത്ത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ചെയ്യാണ് ആ നോട്ടിൽ. ഒന്ന്, ഈ പോസ്റ്ററിന് ജീവൻ നൽകുക. ജീവൻ നമ്മൾ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞു, കഴിഞ്ഞ ഒരു നോട്ടീസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ജോയിൻ ചെയ്യാൻ ഒരു താല്പര്യം മനസ്സിനകത്തുണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ ആ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം ജനിപ്പിക്കുന്നത് ആദ്യം തരുന്ന പോസ്റ്ററില് താല്പര്യം നിങ്ങൾക്ക് കണ്ടാൽ അതിനകത്ത് താല്പര്യം ഉണ്ടായി. രണ്ടാമതൊരു പോസ്റ്റർ വരെയാണ്. ആ പോസ്റ്റർ വരുമ്പോ അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടാമത്തെ പോസ്റ്റർ അത്രമാത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഗുണകരമായ ഒരു റെസ്പോൺസ് ആയിരിക്കില്ല. അപ്പൊ ആദ്യം നിങ്ങൾ തുടർച്ചയായിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കി ഇടുകയാണെങ്കിൽ അത് ഓരോ പോസ്റ്ററുകള് തുടർന്നുള്ള പോസ്റ്ററുകളാണ് കുറച്ചുകൂടി മെച്ചപ്പെടാൻ. അപ്പൊ നമ്മളിപ്പോ ആദ്യം ഇട്ട പോസ്റ്റർ ബോധപൂർവം ഇട്ടതാണ് എങ്കിലേ അടുത്ത പോസ്റ്റർ വരുമ്പോ മറ്റേനേക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നി ഇത് വരുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത് വരുന്ന പോസ്റ്ററുകൾ ഓരോ പോസ്റ്ററുകളായിട്ട് ഏറ്റവും മികച്ച പോസ്റ്ററുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ പോസ്റ്ററിന് ജീവസുറ്റ പോസ്റ്ററുകൾ ആയിരിക്കണം. അതിനകത്ത് എലിമെന്റ്സ് എന്നുള്ള ഭാഗമുണ്ട്. ആ എലിമെന്റില് നമ്മൾ അതിനകത്ത് ആ ജീവൻ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജീവൻ കൊടുക്കുന്ന ശ്വാസം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ ലൈൻ, ബോർഡർ, ഡിവൈഡേഴ്സ്, പിന്നെ ഷേപ്പുകൾ, പിന്നെ ആ വിഷയത്തിനനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ, അതിന്റെ ഐക്കൺസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഷേപ്പുകൾ, അത് എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോ. ഇനി അതിന്റെ നിറം ജീവൻ കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനുള്ള എന്ന് പറയുന്ന ശ്വാസം പോലെയാണ് ഒരു പോസ്റ്ററിന്റെ നിറം. അതിന്റെ നിറം എങ്ങനെ കണ്ടെത്താം? അതുപോലെ ഈ 1,000 നിറങ്ങളൊക്കെ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു പോസ്റ്ററൊക്കെ ചെയ്യുമ്പോ കുറേ നിറങ്ങൾ അങ്ങ് കൊടുക്കും. അങ്ങനെ നിറം കൊടുക്കുന്നത് ഒരു പോസ്റ്ററിനോ അല്ലെങ്കിൽ അതിന് യോജിച്ചതല്ല. ഒരു 3-4 നിറം നമ്മൾ ആദ്യ തുടക്കത്തിലെ 7+2 ഒക്കെ നമ്മൾ പറഞ്ഞാണ്. ഒരു 2-3 നിറങ്ങളിലധികം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്റർനാഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളും 1-2 നിറങ്ങളെ കാണുള്ളൂ. അപ്പൊ സാധാരണ നമ്മളൊരു പിന്നെ ഇതിനെക്കുറിച്ച് പ്രൊഫഷണൽ അപ്രോച്ച് ഇല്ലാത്ത ഒരാള് തയ്യാറാക്കുമ്പോ ആദ്യം ഒരു പച്ച, പിന്നെ ഒരു ചുവപ്പ്, നീല, വയലറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മാക്സിമം കളർ കൊടുക്കും. അത്രയും കളർ എടുക്കും, വളരെ കളർഫുൾ ആയില്ലേ എന്നായിരിക്കും തോന്നുന്നത്. വളരെ കളർഫുൾ പോസ്റ്റർ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ കാണുന്ന ആളിന്റെ മനസ്സിൽ അതൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു വൾഗർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ വളരെ കുറച്ച് നിറങ്ങൾ ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. നിറങ്ങൾ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 നിറങ്ങളാണ് വേണ്ടത്. അതിന്റെ ടോൺ മാച്ച് ചെയ്യണം. അതിന്റെ അതിനൊരു ബാലൻസിങ് ഉണ്ട്. ഓരോ സാധനം എവിടെ കൊടുക്കണം, ചിത്രത്തിനൊരു ബാലൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇനി അതിന്റെ വൈറ്റ് സ്പേസ്, എല്ലായിടത്തും കാര്യങ്ങൾ കുത്തി നിറയ്ക്കുകയല്ല, അതിന്റെ വൈറ്റ് സ്പേസ് വേണം, തുല്യമായ അകലം വേണം, തുടക്കക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ബോർഡറുകൾ ഉപയോഗിക്കുന്ന, ഐക്കണുകൾ ഉപയോഗിക്കുന്നത്, തുടക്കം. ഇതാണ് ഇതിന്റെ ഒരു ജീവൻ നിലനിർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഈ പോസ്റ്ററിന്റെ ജീവൻ നിലനിർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വരുന്നത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ വായിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിനകത്ത് അത് നിറഞ്ഞു നിൽക്കുകയും വേണം. നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതല്ല, വായിച്ചൊരു ഇൻഫർമേഷൻ അറിയുക എന്നുള്ളതല്ല, അത് നിങ്ങളുടെ മനസ്സിനകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടണം. എങ്കിൽ മാത്രം നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം.
നമുക്ക് ഓരോ പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇന്ന് നോട്ട് എടുത്ത് വെച്ച് വായിച്ചിട്ട് നിറം ആണ് ഇത് ഇതാണ് ഇത്ര എന്നുള്ളതല്ല. ഈ ഇത്രയും ഭാഗങ്ങൾ ആവർത്തിച്ച് വായിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് അത് എന്താണ് മനസ്സിനകത്ത് പൂർണ്ണമായിട്ട് മനസ്സ് ഉൾക്കൊള്ളണം. നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ പോസ്റ്ററിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. നിങ്ങൾ ഒരു മനോഹരമായ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അത് അതിന്റെ ഫോണ്ടുകളുടെ ഇത് എങ്ങനെ ആയിരിക്കണം, ലൈനിങ് എല്ലാം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അതാണ് ഇതിന്റെ ഈ ജീവൻ. ആ ജീവൻ ആദ്യം നിങ്ങൾ അത് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന പോസ്റ്ററിന്റെ ജീവനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് പോസ്റ്ററിലെ വാക്യങ്ങൾ, കാര്യങ്ങൾ, ടൈപ്പോഗ്രഫി. നമ്മൾ നേരത്തെ അത് ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹെഡിങ്. അത് നമ്മൾ ഇതിന്റെ വന്നപ്പോ സൈനേജിനെ കുറിച്ച് വന്നപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാക്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഹെഡിങ് വേണം, അതെങ്ങനെ കൊടുക്കണം, അതിന്റെ വലിപ്പം, ഫോണ്ടുകളുടെ തിരഞ്ഞെടുപ്പ്, അത് ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന്റെ സബ് ടൈറ്റിലുകൾ, അതിന്റെ വലിപ്പം, സ്റ്റൈല്, അതിന്റെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ള കാര്യം. ഇനി കണ്ടന്റുകളാണെങ്കിൽ തീയതി, സമയം തുടങ്ങിയ വലിപ്പം തുടങ്ങിയ എങ്ങനെ ക്രമീകരിക്കണം, അതിന്റെ എല്ലാ കാര്യങ്ങൾ സൗജന്യം ആകർഷിക്കാൻ. ഈ ഇതിനകത്ത് ഇപ്പൊ ഫോണ്ടുകളിലൊക്കെ പിന്നെ അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം, അതെല്ലാം പെയ്ഡാണ്. അതിങ്ങനെ സൗജന്യ ടെസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ളതിനെ കുറിച്ച്, നിറങ്ങളുടെ ക്രമീകരണം, റൂൾ ഔട്ട്, പരമാവധി 2 തരം ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക. കൂടുതൽ, അതായത് റൂൾ ഒരു പോസ്റ്ററിൽ പരമാവധി 2 തരത്തിലുള്ള ഫോണ്ട് ഉപയോഗിക്കുക. 3 തരം ഫോണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുഴഞ്ഞു. നിങ്ങൾ പലപ്പോഴും നല്ല പോസ്റ്ററുകളൊക്കെ നോക്കുക, അതിനകത്ത് 1 or 2 ഫോണ്ടുകളെ കാണുള്ളൂ. 2 ഫോണ്ട്, അതാണ് റൂൾ ഓഫ് 2 എന്ന് പറയുന്നത്. പരമാവധി 2 തരം ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കുക. കൂടുതൽ ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന പോസ്റ്ററിനെ അലങ്കോലപ്പെടുത്തും എന്നുള്ളതാണ്. ഇനി വിപരീത നിറങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുക. അതില്ലാത്ത അലൈൻമെന്റ്, സെൻട്രൽ റൈറ്റ്, വിഷ്വൽ ഹൈറാർക്കി. കാണുന്നത് എവിടെ കാണണം, റൈറ്റ് ആരോ, സബ് ടൈറ്റിൽ, അതിന്റെ ഹൈറാർക്കി. ഉദാഹരണത്തിന് ഒരു പോസ്റ്റർ, ഒരു ഗ്രാമോത്സവം 2000 വലിയ, അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു സിമ്പിൾ പോസ്റ്റർ തയ്യാറാക്കുക. ഇനി ഒരു പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അല്ലേ? പശ്ചാത്തല സംഗീതമില്ലെങ്കിൽ സംഗീതമില്ല, അല്ലെ? പശ്ചാത്തലം എല്ലാത്തിനും പശ്ചാത്തലമാണ്. ഒരു സിനിമയിലായാലും ഒരു കോറസ്, അതിന്റെ പ്രധാന നടനും നടിയും കൂടെ ചെന്ന് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാൻസ് കുറെ പേര് ബാക്കിൽ കുറെ ആൾക്കാർ വേണം കളിക്കാൻ, കൂടെ കളിക്കാൻ, അല്ലേ? അതിലൊരു കോറസ് അത് വേണം. പശ്ചാത്തലം, എന്തിനും പശ്ചാത്തലം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. എന്തുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുണ്ടെന്നാണ് നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും ചോദിക്കുന്നത്. പശ്ചാത്തലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പശ്ചാത്തലം, ആ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, ഇപ്പൊ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്ന് എടുക്കാം എന്നൊക്കെയുള്ള സൈനേജ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് അതിന്റെ കണ്ണിന് ഉള്ള അഡോബ് പ്രീ ലൈബ്രറി ഉപയോഗിക്കുക. അതിൻ്റെ അകത്ത് നിന്ന് ബാക്ക്ഗ്രൗണ്ടുകൾ എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് മങ്ങിയിരിക്കുന്നതിന്റെ പ്രാധാന്യം, ക്ലീൻ ലുക്ക്, അതെല്ലാം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണം. പോസ്റ്ററിൽ പലതും നമ്മുടെ കയ്യിലിരിക്കുന്ന ചില ഇമേജുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. ആ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പിന്നെ തുടർന്ന് നോക്കുന്നത്. അതിന്റെ വലിപ്പം, അതിന്റെ അപ്ലോഡ് ചെയ്ത ചിത്രത്തിന്റെ വലിപ്പം മാറ്റണം, അതിനെ റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് അറേഞ്ച് ചെയ്യണം, ബാക്കിലോ ഫ്രണ്ടിലോ ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതിന്റെ ലോഗുകൾ എന്തൊക്കെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ലോഗോ ഉണ്ടാക്കി വെച്ചു, ആദ്യം നമ്മൾ ചെയ്ത് ആ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ചിത്രത്തിന്റെ ഇമേജിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യണം. ക്വാളിറ്റിയുള്ള ഇമേജ് എങ്ങനെയായിരിക്കും, ആ ചിത്രങ്ങളെ മുറിക്കണം, അതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇനി ചിത്രത്തിന്റെ ഇനി തന്നെ നമ്മൾ എടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത്, ക്യാമറയിൽ എടുക്കുന്ന ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഇതിനകത്ത് ഇതിവിടെ വെച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ടൂളുകൾ നമ്മൾ പഠിച്ചു. അതല്ലാതെ തന്നെ ഇവിടെ ഈ അഡോബ് എക്സ്പ്രസ്സിൽ വെച്ച് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ റിമൂവ് ചെയ്യാൻ പറ്റും. ആ കാര്യം നമുക്ക് നോക്കാം. ഇനിയുള്ളത് ഇതിനകത്ത് കുറെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സുകളെല്ലാം പിന്നെ
പെയ്ഡ് ആണ്. അപ്പോൾ പെയ്ഡ് അല്ലാത്ത ടെംപ്ലേറ്റ്സുകൾ എന്ന് പറയുന്നത് വളരെ മേന്മ കുറഞ്ഞതാണ്. അങ്ങനെ മേന്മ കുറഞ്ഞ അത്തരം ടെംപ്ലേറ്റ്സുകൾ എടുത്ത് പെയ്ഡ് പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ടെംപ്ലേറ്റിനെക്കാളും കുറെ കൂടെ മെച്ചമാണ്, അതിനേക്കാളും മെച്ചപ്പെട്ട പോസ്റ്ററുകൾ ആ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. സ്റ്റെപ്പ് 1, 2, 3, 4 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മളിത് കുറച്ച് കൂടുതൽ ടെംപ്ലേറ്റ്സുകൾ എഡിറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം നമുക്ക് ചെയ്ത സാധനം പ്രിന്റ് എടുക്കണ്ടേ? പ്രിന്റ് എടുക്കണമെങ്കിൽ അതിനകത്ത് PDF ആയിട്ട് സേവ് ചെയ്യണം, അല്ലെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി പ്രിന്ററിലോ അല്ലെങ്കിൽ പ്രസ്സിലോ കൊടുത്ത് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രിന്റ് എടുക്കണമെങ്കിൽ അതിനെ PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യണം. അങ്ങനെ PDF ആയിട്ട് സേവ് ചെയ്യാൻ, പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടി PDF ആയിട്ട് സേവ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ പറയുന്നു. അതെല്ലാം പറയുന്നു. ഇതിനകത്ത് അവസാനം ഞാൻ പറയുന്നത്, പോസ്റ്റർ ഇതോടെ നിങ്ങളുടെ പോസ്റ്റർ നിർമ്മാണം മുതൽ പ്രിന്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഒരു മികച്ച പോസ്റ്റർ നിർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതൽ സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. അവിടെ താഴെ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് എന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്ത് ഒരു റിക്വസ്റ്റ് എന്റെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിനകത്ത് ചോദിക്കുക. അല്ലാതെ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ. എന്നിട്ട് ഈ നോട്ട് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ നോട്ട് നിന്നത്. മറ്റാർക്കും ഷെയർ ചെയ്യരുത് എന്നുള്ള റിക്വസ്റ്റോടുകൂടി നോട്ട് അവസാനിക്കുന്നു. ഓക്കെ, നോക്കാലോ. യെസ്, നോട്ട് വായിക്കുക, ഉപയോഗിക്കുക, ചെയ്യുക. ഇനി നമുക്ക് അഡോബ് എക്സ്പ്രസിലേക്ക് ഒന്ന് പോവാം. അഡോബ് എക്സ്പ്രസ് നോട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ആ നോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ഗ്രൂപ്പിൽ ഇടാം. നോട്ടിന്റെ ഏറ്റവും മുകളിൽ ഇതിന്റെ നമ്മൾ അഡോബ് എക്സ്പ്രസിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നമ്മളത് ഗൂഗിൾ അക്കൗണ്ടിലൂടെ നിങ്ങൾ അഡോബ് എക്സ്പ്രസിൽ ലോഗിൻ ചെയ്യണം. ഇതാണ് അഡോബ് എക്സ്പ്രസ്. അഡോബ് എക്സ്പ്രസ്. ഓക്കെ. അപ്പോ ഇവിടെ അഡോബ് എക്സ്പ്രസിൽ നമ്മൾ വന്നു. ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന, അത് നിങ്ങളുടെ മനസ്സിനകത്ത് വരിക. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഫയലിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിൽ വീണ്ടും ഒരു ആരോ കാണുന്നു. അപ്പൊ ഏത് തരത്തിലുള്ള ഫയൽ വേണോ? സ്ക്വയർ ആണോ, ലാൻഡ്സ്കേപ്പ് കുത്തനെ വേണോ, നെടുനീളത്തിന് വേണോ? ഇനി നമുക്ക് കസ്റ്റം സൈസുകൾ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി ഇൻസ്റ്റാഗ്രാമിന് പോസ്റ്റ് വേണോ, ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ആക്കിയാണോ, ട്വിറ്ററിലാണോ, വാട്സാപ്പ് മെസ്സേജ് ആയിട്ടാണോ, വാട്സാപ്പ് ഐക്കൺ, വാട്സാപ്പ് സ്റ്റാറ്റസിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്? ഫയൽ ന്യൂ, ആഡ്, ബാനർ, കവർ, ഇങ്ങനെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കുക, അല്ലെ? സ്റ്റാർട്ട് ഫയൽ ന്യൂ സ്ക്വയർ. ഇത് കസ്റ്റം സൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ സൈസ് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് ന്യൂ, ഞാനൊരു സ്ക്വയർ സാധനം എടുത്തു. സ്ക്വയർ, പുതിയ ഫയൽ. അപ്പോ ആ പുതിയ ഫയല് പുതിയ ഫയൽ ഇവിടെ വന്നു. ഗെറ്റിംഗ്, പുതിയ ഫയൽ വന്നു. ഇതാണ് നമ്മുടെ ഫയൽ. പുതിയ ഫയൽ വന്നു. അപ്പോൾ നമുക്കിത് ഈ ഫയല് ഇതിപ്പോ ചെറുതാ അല്ലേ? ഇത്രയേ ഉള്ളൂ.
നമ്മളൊരു സമചതുരമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫിറ്റ് ഇൻ വിൻഡോയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഫിറ്റ് ഇൻ വിൻഡോയിൽ കാണുന്നത് ഇതിന്റെ നമുക്ക് കുറച്ചൊരു വലുപ്പം, ഇതിന്റെ അതൊരു വ്യൂ, നമ്മുടെ ഇതിന്റെ കാഴ്ചയിൽ ആ ഫയലിന്റെ വലിപ്പം കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മളിവിടെ കണ്ടു 31% ഇവിടെ കാണുന്നത്. അതിന് നമ്മളിവിടെ നോക്കിയിട്ട് അതിന്റെ എത്ര ശതമാനം, 100%, 50%, 25%, 50% കൊടുക്കുന്നു. അപ്പോ ആ ഫയലിന്റെ വലിപ്പം 50%, 50% അല്ലെ, 50%. ഇനി ഇത് 100% ആണെങ്കിൽ അത് വലിയ ഫയലായിട്ട് അതിന്റെ മുഴുവൻ ആണ്. ഇപ്പൊ 100% വലിയ ഫയലായിട്ട് വന്നു. നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിൽ താഴേക്ക്. നമുക്ക് തൽക്കാലം ഇതിന് ഒരു 25% ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 31% ആകുമ്പോഴാണ് അതിന്റെ ഫിറ്റ് ഇൻ വിൻഡോ. നമ്മളിപ്പോ 50%ത്തിലേക്ക് ആയി. അപ്പോ നമുക്ക് ഇതിനകത്തൊരു ഫയല് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു പുതിയ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ. ഫയലിനു എന്താവശ്യം, അളവ് നമുക്ക് കൊടുക്കാം. അളവ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിക്സലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അളവ് പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചാറ്റ്ജിപിടിയിലെ ജെമിനിയിൽ കൊടുക്കുക. 50 സെന്റിമീറ്റർ നീളവും 25 സെന്റിമീറ്റർ വീതിയും അങ്ങനെ പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കൺവേർട്ട് ചെയ്ത് ആ പിക്സൽ പോയിന്റ് എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഇത്രയായി. ഇനി നമുക്ക് ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം അല്ലെ, ഫയലായി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് എവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു പ്ലസ് മാർക്കാണ്. ഇവിടെ നമ്മൾ സെർച്ചാണ്. നമ്മളിങ്ങനെ നമ്മളിങ്ങനെ പരതി നോക്കുക. മൗസ് പോയിന്റോട്ട് ഇങ്ങനെ പരതി ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ്, യുവർ സ്റ്റാഫ്, വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പോയി ആഡ് കണ്ടന്റ് കാണും. ആഡ് കണ്ടന്റിൽ പോകുമ്പോൾ അവിടെ മീഡിയ, എലിമെന്റ്, ചാർട്ട്, ഗ്രിഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മീഡിയ വന്നപ്പോ നോക്കുക. മീഡിയയിൽ ചിലപ്പോൾ കാണും, നോക്കുക. അപ്പൊ അതിനകത്ത് എന്താണ്, ഫോട്ടോ, വീഡിയോ. ഇത് അവിടെ തൊട്ട് താഴെ കിടക്കുന്നു, ഡിസൈൻ, അസറ്റ്, ബാക്ക്ഗ്രൗണ്ട്, ഷേപ്പ്, ഐക്കൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യം ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇവിടെ എലിമെന്റിലാണ്, എലിമെന്റ് ആഡിൽ നോക്കി എലിമെന്റിലാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇവിടെ എന്താ, ആൾ കാണുന്നു, ഡിസൈൻ അസറ്റ്സ് കാണുന്നു, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ കുറെ ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നേച്ചറാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുമായിട്ടുള്ള കൂടുതൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഈ ഒരു കടൽ തീരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, നമുക്കിത് ഇവിടെ ഉള്ള ലിമിറ്റഡ് ബാക്ക്ഗ്രൗണ്ടുകൾ മാത്രമാണ് ഉള്ളത്. വളരെ ലിമിറ്റഡ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് വളരെ വൈവിധ്യമുള്ള നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം. നമ്മൾ കഴിഞ്ഞ സൈനേജിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇൻ പിൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായി നിങ്ങളുടെ ആശയങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിലെ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വൈവിധ്യമാർന്ന 100 കണക്കിനുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അവിടെ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ, നമ്മൾ സൈനേജിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ എടുത്തത് അതുപോലെ നമുക്ക് ഇവിടെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാം. എവിടെ എങ്ങനെ കൊണ്ടുവരും, അതിന് നമ്മൾ ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്ലോഡിൽ കൊടുത്ത് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ഇതുപോലെ ഇവിടെ കൊണ്ടുവരാം. ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, അപ്പോ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്ന് വെക്കുമ്പോ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇത് ഏതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അഡോബിന്റെ ബാക്ക്ഗ്രൗണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ നമുക്ക് ഇതിനെ നീക്കാനും ഒന്നും പറ്റില്ല. ഇനി നമ്മള് ഒരു ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടല്ല വരുന്നത്, അതൊരു വലിയൊരു ഇമേജ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോൾ അത് ഇതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ അഡോബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻഡിപെൻഡന്റ് ഇമേജ് ആണ്. ആ ഇൻഡിപെൻഡന്റ് ഇമേജിനെ നമുക്ക് ഏറ്റവും ബാക്കിൽ തന്നെ വെക്കണം. അങ്ങനെ ബാക്കി വെക്കുമ്പോൾ അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അവിടെ ഒരു ഇമേജ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ലെയർ എന്ന് കാണും.
ഏറ്റവും ബാക്ക്വേർഡ് കൊടുത്തു കഴിയുമ്പോൾ അത് ബാക്കിൽ തന്നെ ഇരിക്കും. അത് നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ആയല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് ഓർ നോ? ക്ലിയർ ആയി? ഫയല്, ന്യൂ, സൈസ്, ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും നമ്മൾ നോക്കിയുള്ളൂ. പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതൊരു തെരഞ്ഞെടുപ്പ് പോസ്റ്ററാണ്. തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സ്ഥാനാർത്ഥിയുടെ ചിത്രം നമുക്ക് കൊണ്ടുവരണം. സ്ഥാനാർത്ഥിയുടെ ചിത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം എവിടെയായിരിക്കുന്നത്? നമ്മൾ ഫയൽ സ്റ്റുഡിയോയിൽ പോയി അണിഞ്ഞൊരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നമുക്ക് ഒരു സോഫ്റ്റ് കോപ്പി കിട്ടി. ആ സോഫ്റ്റ് കോപ്പി നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ പെൻഡ്രൈവിലൂടെയോ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നു. ആ കമ്പ്യൂട്ടറിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അവിടെ ഇപ്പൊ എന്ത് ചെയ്യും? അപ്ലോഡിൽ കൊടുക്കണം. അപ്ലോഡിൽ കൊടുത്ത് ഫയൽ തിരഞ്ഞെടുക്കുക. ഇവിടെ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡിൽ നിന്ന് അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അത് പ്രത്യേകിച്ചാണ് അപ്ലോഡിൽ നിന്ന് നമ്മൾ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സ്ഥാനാർത്ഥി ഇഷ്ടപ്പെട്ടോ? നമ്മളെ ശാന്തമ്മ മാഡമാണ് നമ്മളെ സ്ഥാനാർത്ഥി. അപ്പോ നമുക്ക് സ്ഥാനാർത്ഥിയുടെ ചിത്രത്തിന്റെ ബാക്കില് ആരുടെയോ ഇത് ഓണായി കിടക്കുന്നത്. അതൊന്ന് ഓഫ് ചെയ്യണേ, മൈക്ക് മ്യൂട്ട് ചെയ്യാം. സ്ഥാനാർത്ഥിയുടെ ചിത്രത്തില് നമുക്ക് ഇവിടെ ഒരു എന്താണ് ക്ലോക്ക് ഇരിക്കുന്നു. ക്ലോക്കും കൂടെ ഇരിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അടുത്ത് ഇദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പങ്കജാക്ഷൻ സാർ മത്സരിക്കുന്നത് ക്ലോക്കിന്റെ ചിഹ്നത്തിലാണ്. അപ്പൊ ഈ ക്ലോക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകള് ക്ലോക്കിലായിരിക്കും വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലോക്കിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം, ഒഴിവാക്കണം. അപ്പൊ എന്ത് ചെയ്യും? എഡിറ്റ്, റിമൂവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനമാണ്. റിമൂവ് ഒബ്ജക്റ്റ്. നമ്മൾ എഡിറ്റിൽ പോകുമ്പോൾ എഫക്റ്റ് അല്ല, എഡിറ്റ് ആദ്യം കാണുന്ന എഡിറ്റിൽ പോയിട്ട് റിമൂവ് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. റിമൂവ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഇറൈസറിന്റെ വലിപ്പം ഇവിടെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മളൊരു 20-25, അപ്പൊ ഇതാണ് ഇറൈസറിന്റെ വലിപ്പം. അപ്പൊ അതാണെങ്കിൽ കുറച്ചുകൂടി കൂടട്ടെ. ഇറൈസറിന്റെ വലിപ്പം കൂടി അതായത് ഈ ഇറൈസർ വെച്ച് നമ്മൾ ആ ക്ലോക്കിനെ ഒന്ന് ഇറേസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒരു AI ക്ലോക്ക് പോയി. ഇനി ഇദ്ദേഹം മത്സരിക്കുന്നത് മത്സ്യത്തൊഴിലാളി ഉള്ള മേഖലയാണ്. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണ് കൂടുതൽ. അപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടുതലുള്ള സ്ഥലത്ത് ഇതുപോലെ അണിഞ്ഞൊരുങ്ങി കുറിയൊക്കെ ഇട്ട് വെച്ചിരുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് തന്നെ വോട്ട് ചെയ്യില്ല. വേറെ മനോഹരമായ ഫോട്ടോ ഇല്ല. ഇപ്പോഴത്തെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വോട്ട് ചെയ്യല്ലേ. ഇതാണ് ഫോട്ടോ. പുതിയൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആള് അല്പം ഗ്ലാമറൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു ഫോട്ടോയേ ഉള്ളൂ. കുറിയ എന്ന് മാറ്റണം. എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് ഈ ഇറൈസറിനെ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മള് റിമൂവ്. പോയി ഇല്ലേ? എങ്ങനെയുണ്ട്? പോയില്ലേ? അപ്പൊ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള മാർഗമായി.
അപ്പോ ഇനി നമുക്ക് ഡിസ്കാർഡ് ഇതെല്ലാം ഞാൻ പഴയ ഫോട്ടോയിലേക്ക് തിരിച്ചു വന്നു. ഇനി നമുക്കിത് ആണ് ഫോട്ടോ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്, സാധാരണ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പോസ്റ്റർ വളരെ എഫക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ സിമ്പിൾ ആണ്. എഡിറ്റ് നമ്മൾ നോക്കി ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആദ്യം എഡിറ്റ് ചെയ്ത് ആദ്യം കാണുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. വളരെ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി അല്ലേ? ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. സ്ഥാനാർത്ഥി ഇവിടെ നമുക്ക് ആണെങ്കിൽ ഇതിന്റെ ഒരു 50 25 ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഇനി വേണമെങ്കിൽ ഇതിന് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യമനുസരിച്ച് ക്രോപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ചിത്രം ഇനി നമുക്കൊരു നമുക്ക് ഈ ഇലക്ഷൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോ ഈ ചിത്രത്തിൽ ഈ പടം നമ്മളിവിടെ ഇങ്ങനെ നടുക്കെടുത്ത് വെച്ചു. അപ്പൊ നമുക്കിത് എവിടെ ഈ പടം വെച്ചാലാണ് കുറച്ചുകൂടി ഒരു തിരഞ്ഞെടുപ്പ് പോസ്റ്റർ എന്നുള്ള നിലയിൽ ഈ പടത്തിന്റെ സൈസ് എന്തായിരിക്കണം, എവിടെ എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കണ്ടേ? ഡിസൈനറുടെ മികവ് അവിടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ പടം ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ സ്നിപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഈ പടത്തിന്റെ ഒന്ന് സ്റ്റിപ്പിംഗ് ടൂൾ എടുത്ത് സ്റ്റിപ്പ് ചെയ്തിട്ട് എവിടെ കൊണ്ടു കൊടുക്കും? നമ്മൾ നേരെ ജെമിനിയിലോ ചാറ്റ് ജിപിറ്റിയിലോ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഞാനൊരു തെരഞ്ഞെടുപ്പ് പോസ്റ്റർ തയ്യാറാക്കിയാണ്. ആ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ തയ്യാറാക്കുന്നതിൽ ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത്, പോസ്റ്റർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിസൈനർ എന്ന നിലയിൽ, ഒരു 25 വർഷത്തെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ, ഒരു ഇന്റർനാഷണൽ ഡിസൈനർ എന്ന നിലയിൽ ഈ ചിത്രം എവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, ഏത് ഭാഗത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, ആ ചിത്രം സൈസ് എത്ര ആവുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. ഇന്ന ഭാഗത്ത് വെക്കുന്നതാണ് ഉചിതം, ഏറ്റവും താഴെ എന്നത് എന്ന് പറഞ്ഞു തരും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ AI ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും പ്രാധാന്യം എവിടെയാണ്, എന്തിനാണ് AI ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു പോസ്റ്റർ ഡിസൈനർ ആയിട്ടുള്ള ഒരാൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അയാളോട് നമുക്ക് ചോദിക്കാം. അതുപോലെ ലോകത്തെ ഏത് പ്രഗത്ഭനായ ആളിന്റെ റോളും എടുക്കുന്നതാണ് നമ്മുടെ AI ടൂളുകൾ. ആ റോള് ആർക്ക് കൊടുക്കണം, ആരാണെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ പരസ്യമാണ്, ഒരു അച്ചാറിന്റെ പരസ്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അച്ചാറിന്റെ പരസ്യമാണ്. നിങ്ങൾ ലോകത്ത് ഫുഡ് പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഡിസൈനർ എന്ന നിലയിൽ ഈ അച്ചാറിന്റെ ചിത്രം എങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഉചിതം? അപ്പൊ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അച്ചാറും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണോ, അച്ചാറിന്റെ വലിയ ബോട്ടിലാണോ, ആ ബോട്ടിലിന് എവിടെ വെക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ട്രയൽ ഇന്റർവ്യൂലൂടെ ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വെക്കുന്നതാണ് നല്ലതെന്ന് നമ്മളെ ഈ പറഞ്ഞെന്ന് വെച്ചു. കുറച്ചുകൂടി വലുതായിരിക്കട്ടെ പോസ്റ്ററിൽ. അപ്പോ ഇനി ശാന്തമ്മയെ വിജയിപ്പിക്കുക എന്ന് നമുക്കിവിടെ എഴുതാം അല്ലേ? അപ്പൊ ശാന്തമ്മയെ വിജയിപ്പിക്കുക, ഇവിടെ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എഴുതാനായിട്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് ടൂൾ ഉണ്ട്. ടെക്സ്റ്റ് ടൂൾ
ഈ ടെക്സ്റ്റ് ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടൈറ്റിൽ. അപ്പൊ നമുക്കിവിടെ നമുക്ക് എഴുതാം ശാന്തമ്മയെ വിജയിപ്പിക്കുക. ശാന്തമ്മയെ വിജയിപ്പിക്കുക. അപ്പൊ ഇതില് പല തരത്തിലുള്ള ഫോണ്ട് സജഷൻസ് ഇവിടെ ഉണ്ട്. രണ്ട് ഫോണ്ടേ ഉള്ളൂ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു പോസ്റ്ററിൽ ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗാംഭീര്യമില്ല അല്ലേ? മലയാളത്തിനകത്ത് ഒരു യൂണിക്കോഡ് ഫോണ്ടാണ്, അത് ഗംഭീരമായ രീതിയിൽ നമുക്ക് ഇതിനെ ടെക്സ്റ്റിൽ അവതരിപ്പിക്കണം. അപ്പോ ഇവിടെ നമുക്ക് കുറച്ച് മികച്ച ഫോണ്ടുകളുണ്ട്. അതാ ഇത് കുറച്ചൊരു നല്ല ഫോണ്ടാണ്, അത് നമുക്ക് ബോൾഡ് ആക്കാം. കുഴപ്പമില്ല, ബോൾഡ് ആക്കാം. ഇതാ അവിടെ നോക്കുന്ന, ഇതാ അവിടെ എഡിറ്റ് ടൂളാകും, അത് ബോൾഡ് ഇവിടെ വന്നു. ഇതാണെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം, ഇറ്റാലിക്സ് ആയി. അണ്ടർഗ്രൗണ്ട് കൊടുക്കാം, ബോൾഡ് അണ്ടർഗ്രൗണ്ട് ഇറ്റാലിക്സ് മാറ്റി. ഇനി നമുക്ക് ഇതിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതാ ഇവിടെ എഡിറ്റിൽ ഇവിടെ നമുക്ക് ഇതാ ഇവിടെ കാണുന്ന കളർ, ഈ കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു നീല കളർ എടുത്ത്, അല്ലെങ്കിൽ ചുവപ്പ് കളർ, ഏതെങ്കിലും ഒരു കളർ എടുത്ത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫോണ്ട് ഇത് കുഴപ്പമില്ലാത്ത ഫോണ്ടാണ്. ഈ ഫോണ്ടിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കിരീടം വന്നു. ഇങ്ങനെ ഒരു ക്രൗൺ നമ്മൾ കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ക്രൗൺ ഇവിടെ എന്ത് കണ്ടാലും അതിന് പൈസ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രൗൺ ഉള്ള ഒരു സാധനം നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, പ്രിന്റ് എടുക്കാൻ പറ്റില്ല, പൈസ ചോദിക്കും, ക്രൗണും കൂടെ കാണിക്കും. അപ്പൊ നമുക്ക് ഈ ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതന്നെ ഈ ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ക്രൗൺ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് സാധാരണ ഒരു യൂണിക്കോഡ് ഫോണ്ട് ആണെങ്കിൽ മാത്രമേ ക്രൗൺ കാണിക്കാതിരിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിഗംഭീരമായ രീതിയിൽ മലയാളത്തിലൊരു ഫോണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോണ്ട് മമ്മിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഫോണ്ട് മം എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഫോണ്ട് മെമ്മിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ശാന്തമ്മയെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ആ ഫോണ്ട് മം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അത് നോക്കുക. അവിടെ പോയിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യും? ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ അവിടെ നമ്മൾ അതിന് ഒരെണ്ണം ഞാനത് ചെയ്ത് വെച്ചിരിക്കുന്നു നമുക്ക് സമയലാഭത്തിന് വേണ്ടി. ഫോണ്ട് മം ശാന്തമ്മയെ വിജയിപ്പിക്കുക. അപ്പൊ ഇതിന് നമുക്ക് അപ്പൊ ഇതില് ഫോണ്ട് നമ്മൾ വയ്ക്കുമ്പോ ഈ ശാന്തമ്മേര തലയേര മണ്ടയിൽ കൂടിയാണ് പേരിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് മാറ്റണമെങ്കിൽ ഇത് എവിടെ കൊണ്ടുവന്ന് മൗസ് പോയിന്റർ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ബ്രിങ് ഫ്രണ്ട് ഫോർവേഡ് ബാക്ക്
സെൻഡ് ടു ബാക്ക് കൊടുക്കുമ്പോൾ അത് പോയി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി വിജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ നേരത്തെ എഡിറ്റ് ടൂൾ കൊടുത്തിട്ട് ഇതിന് നമ്മളിവിടെ ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് വിജയിപ്പിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ വലുതാക്കുന്നു. ഇത് പല രീതിയിലുള്ള ഫോണ്ടാക്കി മാറ്റാം. ഓക്കെ, ഇത് വിജയിപ്പിക്കുക ഇവിടെ തലയിൽ കൂടി ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ പോസ്റ്ററിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, മനസ്സിലായോ? നമുക്ക് നല്ല രീതിയിൽ ഫോണ്ട് ബം ഉപയോഗിച്ച് നമ്മളെ രീതിയിലൊക്കെ കൊടുക്കാൻ രീതിയിൽ നമുക്ക് ശരിയാ. ഓക്കെ, എന്തേ രാംകിരണേ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് പോയി. രാംകിരൺ മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് പോസ്റ്ററായി. ഇനി വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഇന്ന സ്ഥാനം, ഇന്ന വാർഡിൽ ഇന്നടത്ത് നിൽക്കുന്ന ആളിനെ വിജയിപ്പിക്കുക ആണെങ്കിൽ ഒക്കെ വെക്കാം. അപ്പോ ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് കൂടെ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ ഡൗൺലോഡ് ബട്ടൺ ഇവിടെ കാണുന്നു. ഡൗൺലോഡ് ഇതാ കാണുന്നു. ആ ഡൗൺലോഡ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് PNG JPG PDF പ്രിന്റിംഗ് കൊടുക്കുന്നു. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു PDF കോപ്പി ആയിട്ട് ഡൗൺലോഡായി. ഇനി നമുക്ക് കൊണ്ടുവന്ന് പോസ്റ്റർ തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കാം. തെരഞ്ഞെടുപ്പില് മത്സരിക്കാം. പോസ്റ്റർ നമുക്ക് കൊടുത്ത് ഫ്ലക്സ് ആയിട്ടോ പ്രിന്റ് ആയിട്ടോ ഡിജിറ്റൽ പോസ്റ്റർ എന്താണോ നമുക്ക് തയ്യാറാക്കാം. മനസ്സിലായോ? കാര്യം മനസ്സിലാക്കോ? സിമ്പിൾ ആയ രീതിയിൽ എങ്ങനെ നമുക്ക് അഡോബ് എക്സ്പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് ഈ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നോട്ടിൽ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക, ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ നമ്മളൊരു ഗ്രാമോത്സവത്തിന്റെ ഒരു നോട്ടീസിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ 3-4 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ബ്രോഷർ, നോട്ടീസ്, പോസ്റ്റർ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും അതിനൊരു ബേസിക് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. ആ സമയത്ത് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞ് ഇതിലെ നമ്മളൊന്ന് നോക്കി ആ നോട്ട് കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സുരേന്ദ്ര സാർ. എനിക്ക് ഈ അടുത്ത ദിവസം ഒരു ഭയങ്കര ഇവര് AI എനിക്ക് പാര വെച്ചു ഫ്രീ ആയിട്ടുള്ള. അതായത് ഞാനും വൈഫും കൂടിയുള്ള 2 ഫോട്ടോ എടുത്തിട്ട് ഒരു ഡാൻസിങ് പോസ് ഉണ്ടാക്കി വന്നപ്പോ വൈഫിന്റെ കൈ എനിക്കും എന്റെ കൈ വൈഫിനും കൊടുത്തു. അപ്പൊ എന്റെ കയ്യിൽ ബ്രേസർ കിടപ്പുണ്ടായിരുന്നു, വൈഫിന്റെ കൈ വെറുതെ empty ആയിട്ടും കിടന്നു. അപ്പം AI വേണ്ട രീതിയിൽ നമുക്കിട്ട് പാരം വയ്ക്കുന്നുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അല്ല, AI-യുടെ സ്ത്രീകൾ സാറിന്റെ വൈഫിന് ബ്രേസ്ലെറ്റ് വാങ്ങി കൊടുക്കാതെ വള വാങ്ങി കൊടുക്കാതെ സാർ ഇട്ടോണ്ട് നടക്കുന്നതിൽ AI ബുദ്ധിപൂർവം സ്ത്രീപക്ഷ സമീപനമാണ് അവിടെ കാണിച്ചത്. അല്ല, അത് എന്റെ കൈക്ക് വേണ്ടി വന്നല്ലോ. ഈ മുഴുവൻ കാര്യങ്ങൾ AI ഏൽപ്പിച്ചിട്ട് AI കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവൻ ഫെയിലുവർ ആവും. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങൾ പ്ലസ് നമ്മളും AI-യും കൂടെ ചേരണം. അത് അങ്ങനെ ഉപയോഗിക്കണം. അല്ലാതെ മുഴുവൻ AI കൊണ്ട് ചെയ്യിക്കരുത്. ചിലപ്പോ നമ്മളും AI എന്ന് പറയുന്ന ഒരു 3-4 AI ഇപ്പൊ നമ്മൾ ജെമിനി ചെയ്യുന്നു, ചാറ്റ് GPT, ഗ്രോക്ക്, മെറ്റ,
ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഒരിടത്ത് നമ്മൾ ചെയ്തപ്പോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ChatGPT കിട്ടിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കൊണ്ടുവന്ന് ജെമിനിയിൽ ചെയ്യുന്നു, അവിടെയും കിട്ടിയില്ല, അതുകൊണ്ടൊന്ന് മെറ്റീരിയൽ ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം കൂടി കൊണ്ടുവന്ന് യോജിപ്പിക്കുമ്പോൾ ഒരു അതിഗംഭീര സാധനമാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ഒന്നും കാണില്ല, പക്ഷെ നമ്മുടേതാണ്. നമ്മുടെ ആ യുക്തി ഉണ്ടല്ലോ, ഇന്നടത്ത് പല സ്ഥലത്തിൽ നിന്നൊക്കെ എടുത്തു വെച്ച് നമ്മളത് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു യുക്തിസഹമായ ഒരു പ്രൊസീജിയർ അത് വേണം. നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടേതായ ഒരു ശൈലി വേണം. ആ ശൈലിയാ അത്. അതായത് ഇത് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. അതായത് ഓരോ നിമിഷവും കോടിക്കണക്കിന് പുതിയ നമുക്ക് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം വായിച്ച് പഠിച്ചു വെക്കാനുള്ള പറ്റില്ല. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ട അളവിൽ നമുക്ക് എടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത് കാലഘട്ടത്തിൽ ഇന്നിന്റെ ആവശ്യമാണ്. നമുക്ക് കാൽക്കുലേറ്ററും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ കണക്ക് സംവിധാനം എന്തായിരിക്കും? നമ്മൾ ഇന്ന് ഒരുപാട് ഇപ്പോ യൂബർ ആട്ടയിൽ പോകുന്നു. യൂബർ ആട്ടയിൽ നമ്മൾ ബുക്ക് ചെയ്യുന്നു, നമ്മളെ സ്ഥലം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ഇടുന്നു, പൈസ ഫിക്സ് ചെയ്യുന്നു, റോഡിന്റെ ബ്ലോക്ക് ആണെന്ന് അത് റീഡയറക്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു പ്രക്രിയയിൽ നടക്കുന്നത്. ഇതാരാണ് ഉപയോഗിക്കുന്നത്? 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഓട്ടോറിക്ഷക്കാരനും അല്ലേ ആണത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുക എന്നാണ്. അത് ഏത് അളവിൽ ഉപയോഗിക്കണം, എന്തുമാത്രം നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക. അത് ഉപയോഗിക്കാനുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് ചിന്തിപ്പിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ആളിനും ഉപയോഗിക്കേണ്ട ഒരു രീതി ശാസ്ത്രം. അങ്ങനെ വരുമെങ്കിലേ നമ്മളിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആവും. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ജന്മത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലെ? പുതിയ തലമുറയ്ക്ക് ആ ഭാഗ്യമില്ല. നമ്മളിതെല്ലാം കണ്ടതാണ്, അല്ലെ? കണ്ട് ഇനി അടുത്ത വരുന്നൊരു ഞാൻ എൻ്റെ ഗ്രൂപ്പില് കഴിഞ്ഞ ദിവസം വന്ന ഒരു കുറിച്ചൊരു റൈറ്റപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരെ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഞാനത് ഇത് ഇടാം. അതായത് ChatGPT നമ്മളിപ്പോ ഉപയോഗിക്കുന്ന അതായത് ഞാൻ കൊടുത്ത ടൈറ്റിൽ ഇത് തന്നെ. നമ്മളെ ChatGPTയും ജെമിനിയും എല്ലാം വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. അപ്പോ അതേ അവസ്ഥയിൽ ഭയങ്കര വേഗത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ ഒന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നോക്കി റെഡിയാക്കി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ നമ്മുടെ ഈ ബാച്ചിന്റെ ഇതിലിടാം. അതിൽ ഗ്രൂപ്പിൽ കൂടെ